പശ്ചിമേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന രൂക്ഷമായ സംഘർഷങ്ങൾ ഇപ്പോൾ കൊടും യുദ്ധമായി മാറിയ ആ സംഘർഷങ്ങൾ അതിന് ഒരു ഒടുക്കമുണ്ടായിരിക്കുമോ? അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന നിർണായക പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കാണ് ഈ നീക്കം വിരൽ ചൂണ്ടുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ആരുടെയും മുന്നിൽ കീഴടങ്ങാനോ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാനോ ഒരുക്കമല്ല. വളരെ വ്യക്തമായ ചില ഉപാധികളോടെയാണ് ഇറാൻ സമാധാന ചർച്ചകൾക്ക് വാതിൽ തുറന്നിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രത്യേക പ്രതിനിധിയായ അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹിയാണ് ANIയോട് ഈ നിലപാട് വ്യക്തമാക്കിയത്. മാന്യമായ രീതിയിലായിരിക്കണം ചർച്ചകൾ നടക്കേണ്ടത്. അതിനായി രണ്ട് പ്രധാന ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഭാവിയിൽ തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പു നൽകണം. രണ്ട്, ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണം. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല ഇത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ സമീപകാല ആക്രമണങ്ങൾക്ക് മുൻപ് തന്നെ ഒമാൻ വഴി അമേരിക്കയുമായി ഇറാൻ രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് ഇറാന്റെ നേതൃത്വം അവകാശപ്പെടുന്നു. യുദ്ധം തുടങ്ങിയത് തങ്ങളല്ലെന്നും തങ്ങളുടെ പൗരന്മാർക്ക് നേരെ ബോംബെറിയുമ്പോൾ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഒക്കെയാണ് ഇറാന്റെ അവകാശവാദങ്ങൾ. ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇതിന് പിന്നിലെ അമേരിക്കയുടെ താല്പര്യങ്ങളെക്കുറിച്ചും ഇറാൻ പ്രതിനിധി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ലോകശക്തികളായി ഉയർന്നു വരുന്നത് തടയാനും ലോകത്തിന് മേലുള്ള തങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യം നിലനിർത്താനും വേണ്ടിയാണ് അമേരിക്ക ഇത്തരം സംഘർഷങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കരുത്തരായ പങ്കാളികളെ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാധാനത്തിനുള്ള തങ്ങളുടെ സന്നദ്ധത ഇറാൻ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ പന്ത് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കോർട്ടിലാണ് എന്ന് തന്നെ പറയാം. സ്വയം പ്രതിരോധിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്ന ഇറാൻ മുന്നോട്ട് വെച്ച ഈ വ്യവസ്ഥകൾ അവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതോ പശ്ചിമേഷ്യ വീണ്ടും കൂടുതൽ വലിയൊരു നാശത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ആശങ്ക. യുദ്ധം തീരുമോ അതോ അടിച്ചു തീർക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അടുത്ത നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.